എൻ്റെ കൂടെ നിങ്ങൾ കൊരിന്തില്ല, അങ്ങനെ ആയിരുന്നില്ല. എല്ലാ കൃപാവരങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന സഭയായി, കൃപാവരങ്ങൾക്ക് കുറവ്. ഇനി 2, അവർ വചനത്തിൽ സമ്പന്നന്മാര് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും വചനം അറിയാം. ഏത് വചനം? ന്യൂ ടെസ്റ്റ്മെന്റ് ആയിരിക്കും അല്ലേ? ആണോ? അല്ല. എന്നാ പിന്നെ പഴയ നിയമമായിരിക്കും. അത് രണ്ടുമല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഏതായിരിക്കും? ഇത് രണ്ടുമല്ല. പിന്നെ ദൈവവചനം. അതെന്താ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലാത്ത? അല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് അന്ന് എഴുതിയിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ പുതിയ നിയമം അന്ന് എഴുതിയിട്ടില്ല. 4 പുസ്തകമേ ആകെ ഉള്ളൂ. ഗോസ്പൽ ഓഫ് മാർക്ക്, പിന്നെ ഗലാത്യ ലേഖനം, യാക്കോബിന്റെ ലേഖനം, കൊരിന്ത്യൻ ലേഖനം. ആകെ 4 ഉള്ളൂ. വെളിപ്പാട് എഴുതി 96 അപ്പൊ വെളിപ്പാട് പുസ്തകം അവർ വായിച്ചിട്ടില്ല. സുവിശേഷങ്ങൾ വായിച്ചിട്ടില്ല. സുവിശേഷങ്ങൾ വായിച്ചിട്ടില്ലാത്തവർ വചനത്തിൽ സമ്പന്നന്മാരായിരുന്നു. അതെങ്ങനായിരിക്കും? എന്ന് പറഞ്ഞാലേ അവരിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ദൈവം പറയും, ഈ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസമല്ലയോ. തമ്പുരാൻ പറയും, ഇന്നത് നെടുമ്പറം ഗോസ്പൽ സെന്ററിൽ പ്രസംഗിക്കാൻ പോവാം. ഓക്കെ, എന്ത് പറയണം? കാരണം നോക്കാൻ പഠിക്കാൻ സാധനമില്ല. ഇപ്പൊ തമ്പുരാൻ പറയും, ഇത് പറ. അങ്ങനെയാ പ്രസംഗിക്കുന്നത്. നമ്മൾ അങ്ങനെ അല്ല. ഞങ്ങൾ അങ്ങനെ അല്ല. നമ്മള് പ്രസംഗിക്കാൻ ഒരു വാക്യം കിട്ടിയാൽ ആ വാക്യം എടുത്തു വെച്ചുകൊണ്ട് ഒരു 10 റെഫറൻസ് ബൈബിൾ എടുത്തു വെക്കും. ദാനിയേൽ എന്ത് പറയുന്നു? ഓക്കെ. പിന്നെ യൂദ എന്ത് പറയുന്നു? ഓക്കെ. ഡേഗ്സ് ഒരു മനുഷ്യനാ, പുള്ളി എന്ത് പറയുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനകത്തുനിന്ന് കാച്ചിക്കുറിക്കൊരു സാധനം എന്ന് പറയും. ഇതിനിടയ്ക്ക് ഞങ്ങൾ നോക്കാറില്ല പുള്ളി എന്ത് പറയുന്നു, പുള്ളി എന്തിനു പറയുന്നുണ്ടോ ആര് ചോദിക്കാൻ. എന്നാൽ മറ്റവർക്ക് ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് അവർ അങ്ങോട്ട് ചോദിക്കും എന്ത് പറയണം. അതുകൊണ്ടാണ് പല പ്രസംഗങ്ങളും ഒരു പരിധിക്കപ്പുറം റിസൾട്ടിലോട്ട് എന്ത് ചെയ്യാറില്ല, പോകാറില്ല. ജനം ആരാധിക്കുന്നുണ്ട്, സന്തോഷം, പക്ഷെ റിസൾട്ട് ഇല്ല. പണ്ടത്തെ അമ്മാമ 10:30 വരുന്ന അമ്മാമ ഇന്നും 10:30, 10 മണിക്കാ യോഗമെങ്കിൽ 10:30 അമ്മാമ വരുന്നേ, 11 മണിക്കാ ലാസ്റ്റ് വണ്ടിയാ രക്തത്താലിച്ച്. അത് സമയമില്ലാത്തത് കൊണ്ടല്ല, തുടങ്ങിട്ട് നമുക്ക് ആ സമയം തന്നെയല്ല. മാറ്റങ്ങളില്ല, റിസൾട്ടുകളില്ല. അതുകൊണ്ടാ. എന്നാൽ ദൈവത്തോട് ചോദിച്ചിട്ട് പറയുകയാണെങ്കിൽ അതിനൊക്കെ സ്പർശനം ഉണ്ടാവും. അങ്ങനെ ബന്ധമുള്ളവരായിരുന്നു കൊരിന്ത്യ സഭ. അവര് വചനത്തിൽ സമ്പന്നന്മാരാണ്. എന്നെ ഞെട്ടിച്ച അടുത്ത കാര്യമാണ്, ഇങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവ് യേശുവിന്റെ പ്രത്യക്ഷത എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരെല്ലാം പറയുന്നു യേശു വരുന്നെന്നാ. യേശു വരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? ബൈബിള് വായിച്ചോ? ഇല്ല. വെളിപ്പാട് പുസ്തകം വായിച്ചോ? ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല. വെളിപ്പാട് പുസ്തകം കണ്ടിട്ടില്ലാത്തവര് പറയും യേശു വരുന്നെന്ന്. ഞാൻ ചോദിച്ചു എങ്ങനെ മനസ്സിലായി? ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞു യേശു വരുന്നെന്ന്. ഇപ്പൊ പാസ്റ്ററിന്റെ പ്രസംഗം അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. നമ്മളാണെങ്കിൽ വെളിപ്പാട് പുസ്തകം 5 വട്ടം എന്ത് ചെയ്തു? വായിച്ചു. നമുക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ അതിരൂപ സാറിനെ വിളിച്ചിട്ട് ചാർട്ട് ഇട്ട് പഠിച്ചു. നിത്യത മുതൽ നിത്യത വരെ, ഗ്ലോറി. നമുക്ക് മനസ്സിലായി യേശു വരുന്നു. അവിടെ ചെന്നാൽ നമുക്ക് എന്ത് കിട്ടും? പളുങ്കിലൊത്ത കണ്ണാടിക്കടൽ. പളുങ്കിലൊത്ത കണ്ണാടിക്കടൽ, മാസാമാസം ഫലം കായ്ക്കുന്ന വൃക്ഷം, ഫലമുള്ള വൃക്ഷം. അയ്യോ, എന്തെല്ലാം പരിപാടികളാ അല്ലെ? സ്തോത്രം. തങ്ക തെരുവീതി. കേട്ടപ്പോ നമ്മുടെ അകത്ത് എന്തോ ഒരു സന്തോഷമാ. പക്ഷെ കാത്തിരിക്കുന്നുണ്ടോ? അറിയത്തില്ല. എങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ. ഞങ്ങളുടെ ചർച്ചിൽ ഒരു അമ്മാമയുണ്ടേ. അപ്പൊ അമ്മച്ചിക്ക് പ്രായമുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ഒരു മൗളുണ്ട്, അത് പുറത്ത് ജോലി ചെയ്യുക. നിയമേ ഈ സീസൺ സമയത്തല്ലായിരിക്കും പലപ്പോഴും വരുന്നേ. അതുകൊണ്ട് അമ്മച്ചി സീസൺ ആകുമ്പോഴേ മാങ്ങ പൂളി ഫ്രീസറിൽ വെക്കും, മോക്ക് കൊടുക്കാനാ. ചക്ക സ്ലൈസ് ചെയ്ത് ഫ്രീസറിൽ വെക്കും. ഇങ്ങനെ മോള് വരുന്നെന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രിപ്പറേഷൻ. എന്നിട്ട് കാത്തിരിക്കും. അത് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ തല ഇങ്ങനെ നിൽക്കുകയാണ്, പ്രിപ്പറേഷൻ. അപ്പൊ നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ഉണ്ടാവും. ഈ ക്ഷമ ചോദിക്കാനുള്ള ആൾക്കാരോടൊക്കെ ക്ഷമയൊക്കെ ചോദിച്ചു കൊടുക്കാനുള്ളത് മൊത്തം കൊടുത്ത് ക്ലിയർ ആക്കി അല്ല കാത്തിരിപ്പ്. താവേദി വരുമ്പോൾ ഞങ്ങൾ ഇതിനെ കാത്തിരിക്കുന്നു. അങ്ങനെ വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല. ആരാധിക്കുന്നതിനെ കുറിച്ചോ അന്യഭാഷ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അതൊക്കെ മറ്റൊരു റലം. ഇപ്പൊ നിങ്ങൾക്കറിയാം, KC Johan പാസ്റ്റർ ഈ യോഗം നടത്തുന്നത്, ഈ ചർച്ച വെക്കുന്നത് ആളെ കൂട്ടാനൊന്നുമല്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. അതാ പരമാർത്ഥം. നിങ്ങൾ എന്നോട് ഉണ്ടോ? കൈയൊന്ന് പൊക്കിക്കാൻ നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടോ. എല്ലാവരും ഉണ്ടല്ലോ. സ്തോത്രം, എല്ലാവരും ഉണ്ടല്ലോ. ഇതിന്റെ ഫൈനൽ ഗോൾ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളതാണ്. നിങ്ങൾ UK പോകുന്നു, അമേരിക്ക പോകുന്നു, ഞങ്ങളുടെ സബ്ജക്റ്റ് അല്ല.
അല്ല. നിങ്ങൾ വീട് വെച്ചോ, ഹാപ്പി. വെച്ചില്ലേ, നോ പ്രോബ്ലം, കിട്ടട്ടെ. ഇതൊന്നും ഞങ്ങളെ ഭരിക്കുന്ന വിഷയമല്ല. ലോക്കൽ പാസ്റ്റർക്ക് ഒരു പെയിൻ ഉണ്ടാവും. നിയമേ ഞങ്ങൾ നല്ല വീട്ടിൽ പാർക്കുന്നു, അല്ലെങ്കിൽ ഇന്നാൾ ഇന്ന വീട്ടിൽ പാർക്കുന്നു, കുഞ്ഞമ്മ മാത്രം, കുഞ്ഞമ്മയ്ക്ക് വീടില്ലല്ലോ, വിഷമം കാണും. പക്ഷെ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ ചിന്ത കുഞ്ഞമ്മ സ്വർഗത്തിൽ പോവാന്നുള്ളതാ. ഇതിന്റെ ഫൈനൽ ഗോൾ അതല്ലേ വെച്ചാ? ആന്നോ അല്ലയോ? ആന്നോ? അല്ല വേറെ പരിപാടി? ഇത് നോട്ട് എ ബിസിനസ് അല്ല, ഇതൊരു ട്രെൻഡിന്റെ ഭാഗമല്ല. ഇതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഞാനൊരു ചർച്ചിന്റെ പാസ്റ്റർ, ഞങ്ങൾക്കൊക്കെ പ്രതിഫലം കിട്ടുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? മമ്മ എന്നോട് നിങ്ങൾ വരണം. നമുക്കൊക്കെ പ്രതിഫലം കിട്ടുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? എന്തിന്റെ പേരിലായിരിക്കും? 10 വീട് ഹൗസ് വാമിങ് നടത്തിയോ? അത് ശരി. എന്നാ 10 പട്ടണത്തിന്റെ സ്വന്തക്കാർ, അങ്ങനെയാണോ വെച്ചാ? അല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാന്നുള്ളതാ. നിങ്ങൾ എല്ലാം കൂടെ സ്വർഗത്തിൽ. ഓക്കെ, ഏലപ്പാറയുടെ പ്രസംഗം കേട്ട് ഏലപ്പാറയുടെ ചർച്ചയിൽ നിന്ന് 50 പേര് സ്വർഗത്തിൽ വന്നു. വെരി ഗുഡ്. 50 പേര് വന്നോ? രക്ഷപ്പെട്ടു. അവിടെ ആ റിസൾട്ട്. അല്ലാതെ എന്തോ റിസൾട്ട്? അവിടെയോ കാര്യം, അതല്ലയോ കാര്യം. അങ്ങനെ ഇപ്പൊ നോക്കേ, അവിടെ ചെല്ലാനാണ് നമ്മൾ ഇതിനകത്ത് വന്നതെങ്കിൽ പറയേണ്ടത് എന്തുവാ? അവിടെ പോകാൻ റൂട്ട് അമ്മമ്മയെന്നുണ്ട്, ഇങ്ങനെ പോയി ഇങ്ങനെ കൃത്യം, ഇങ്ങനെ പോയി ഇങ്ങനെ പോയി, അങ്ങനെ. അങ്ങനെ പറയുന്ന ആൾക്കാരെ പണ്ട് വിളിച്ചോണ്ടിരുന്ന പേര് ഉപദേശി. അപ്പൊ ഇന്ന് ഉപദേശിമാരില്ല, എല്ലാം പാസ്റ്റേഴ്സ്, റവറന്റ്, ഡോക്ടേഴ്സ്. അതിന് കാരണം എന്നാ? ആർക്കും ഉപദേശം വേണ്ട. അതെന്താ വേണ്ടാത്ത? എന്തിന്റെ ഉപദേശം? നിങ്ങൾക്കൊരു സത്യം അറിയോ? പെന്തിക്കോസിലാന്ന് പറഞ്ഞാലും പലർക്കും സ്വർഗത്തിൽ പോണോന്ന് പോലും ഒരു ആഗ്രഹം. സ്വർഗം കിട്ടിയ സന്തോഷം എന്നുള്ളതിനപ്പുറമായിട്ട് ഉണ്ടോ? കിട്ടുമോ? കിട്ടിയ സന്തോഷം, അതിനപ്പുറമായിട്ട് ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിച്ച പ്രസംഗമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനിതേ പറയൂ. അതാ ഞാൻ പറഞ്ഞേ, ആത്മാർത്ഥതയുള്ള പാസ്റ്ററാന്ന് ഞാൻ പറഞ്ഞതാ. ഒരു വാക്തത്വം ഞാൻ കണ്ടു. പാട്ടൊക്കെ പാടിയപ്പോൾ ദൈവമക്കളെല്ലാം കൈയടിക്കുന്നു. എന്റെ ദൈവമേ, കൊതി വന്നു കേട്ടോ. ഈ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ അടിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വന്നു. അയ്യോ, കാരണം കാണുന്നില്ല, വളരെ കുറച്ചാ കാണുന്നു. നല്ല തലമുള്ള സഭ. ഇതിനകത്തൊരു വാക്തത്വമോ ഒരു വിടുതലോ ഒക്കെ എടുത്തിട്ടാൽ അരമണിക്കൂർ പ്രസംഗിച്ചാൽ മതി. ബാക്കി അരമണിക്കൂർ ആരാധനയിൽ കാര്യങ്ങൾ നമുക്ക് നടക്കും. വചനം വായിച്ചിട്ടില്ലാത്ത ഒരു കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെ മനസ്സിലായി? വെളിപ്പാട് പുസ്തകം വായിച്ചോ? ഇല്ല. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. ഇല്ല പാസ്റ്റർ, ഇല്ല. ഞാൻ ചോദിച്ചു, ഗോസ്പൽ വായിച്ചോ? ഇല്ല, എഴുതിയിട്ടില്ല. ബൈബിൾ വായിച്ചിട്ടില്ലാത്തവൻ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുകയാണ്. നമ്മൾ 5 ബൈബിൾ മേടിച്ചു. 5 ബൈബിൾ നമ്മുടെ കയ്യിൽ. ഒരാൾക്ക് 5 ബൈബിൾ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ഈ ബൈബിളൊക്കെ എങ്ങനെ ഒതുക്കി വെക്കും എന്നുള്ളതാണ്. കാരണം ഓരോ കുമ്പനാട് കൺവെൻഷനും ഓരോ ബൈബിൾ മേടിക്കും. ഇതുകൊണ്ട് കളയാൻ പറ്റുമോ? കളയാൻ പറ്റത്തില്ല. ആക്രിക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റത്തില്ല. ഇത് എവിടെ കൊണ്ടുവെക്കും? അതാണ് പലരുടെയും ടെൻഷൻ. കാരണം എണ്ണം കൂടിക്കൂടി വരുന്നു ബൈബിളിന്റെ. ആദ്യമേ മലയാളം മേടിച്ച് കുറെ കാലം വായിച്ചപ്പോൾ മനസ്സിലായി പിള്ളേരൊക്കെ ഇംഗ്ലീഷിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് വായിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ മേടിച്ചു. വായിച്ചപ്പോഴാണ് മനസ്സിലായ ഒരു കുന്തോ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത കൺവെൻഷന് പോയിട്ട് ഇംഗ്ലീഷും മലയാളവും കൂടെ എന്ത് ചെയ്തു? മേടിച്ചു. എന്നാലും മലയാളമാണ് നോക്കുന്നെങ്കിൽ മറുഭാഗത്ത് എന്തോ ഉണ്ട്? 5 ബൈബിളാ. മറ്റവർക്ക് ബൈബിളേ ഇല്ല. പക്ഷെ യേശുവിന്റെ വരവിനെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കും. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാം. എലപ്പാറ പാസ്റ്റർ പോയിട്ടുള്ള സഭകളെക്കാളൊക്കെ കൊള്ളാവുന്ന സഭ ഏത്? കൊരിന്ത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, അവിടെ പിണക്കം ഉണ്ടല്ലോ എന്ന്. ഉണ്ട്, അവിടെ പിണക്കം ഉണ്ടായിരുന്നു. അവിടെ ഗ്രൂപ്പിസം. അവർ കുറച്ചുപേര് പറഞ്ഞു ഞങ്ങള് അപ്പല്ലോസ്, കുറച്ചുപേര് പൗലോസ്, കുറച്ചുപേര് ഞങ്ങൾ കേഫ. ഇങ്ങനെ ഗ്രൂപ്പിസം. അത് ശരിയാണോ? അല്ല, അത് ശരിയല്ല. പക്ഷെ ഞാൻ അവരോട് അങ്ങ് ക്ഷമിക്കുക. കാരണം ഞാൻ ചിന്തിക്കുന്നത് തമ്പുരാന് ക്ഷമിക്കുന്ന എന്നറിയോ? ബൈബിള് വായിച്ചാലല്ലേ അമ്മാമ അറിയൂ ഇത് പാടില്ലെന്ന്. ഇത് വായിച്ചിട്ടില്ലാത്തവർക്ക് എന്നെ അറിയാനാ? എന്റെ ദൈവമേ, ബൈബിള് വായിക്കാത്തവരുടെ ഇടയിലെ പിണക്കമാണ് നമ്മുടെ പ്രസംഗ വിഷയമെങ്കിൽ നമ്മളൊക്കെ പിണങ്ങിയാൽ എന്ത് ചെയ്യില്ലയോ? അല്ലേ? നമ്മളൊക്കെ പിണങ്ങിയാൽ എന്ത് ചെയ്യില്ലയോ? ഒരു സ്തോത്രം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. ബൈബിള് വായിച്ചിട്ടില്ലാത്തവരുടെ പിണക്കങ്ങൾ നമ്മുടെ പ്രസംഗ വിഷയമോ? പൗലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം. തമ്പുരാൻ അങ്ങ് പൊറുക്കും. കാരണം പാടില്ലെന്ന് അറിയില്ല. പക്ഷെ നമുക്കറിയാം
നമുക്കറിയാം. അറിഞ്ഞിട്ടും നമ്മുടെ അകത്ത് പിണക്കം ഉണ്ടെങ്കിലോ 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 Praise the Lord എന്ന് പറഞ്ഞ എൻ്റെ അമ്മാമേ, നിങ്ങൾ വിഷമം തോന്നരുത്. ഞാൻ ഇങ്ങനെ ആരാധനകളൊക്കെ ഒത്തിരി സന്തോഷിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കറിയാം അന്യഭാഷയും ആരാധനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആത്യന്തികമായി പലർക്കും ഒരു പ്രോപ്പറായ മാനസാന്തരം ഇല്ലെന്ന്. എന്തോ ചെയ്യാൻ പറ്റും അമ്മാമേ? മക്കളോട് മിണ്ടാത്ത അമ്മമാരുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? മരുമക്കളോട് മിണ്ടാത്ത അമ്മമാരുണ്ട്, അമ്മായിയമ്മയോട് മിണ്ടാത്ത മരുമക്കളുണ്ട്. ഉണ്ടെന്ന്. ഇതെല്ലാം പെന്തിക്കോസ്തിലുണ്ട്. അതാ എന്റെ പരമാർത്ഥം. ഇതിനകത്തുണ്ട്. ഇതൊക്കെ ഈ ചർച്ചിലുണ്ടെന്നല്ല, പരമാർത്ഥ പെന്തിക്കോസ്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ആ മോന് കൊടുക്കേണ്ടത് കൊടുക്കാത്ത, മോക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്ത സിബിലിങ്സ് ഉണ്ടല്ലോ, ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരന്മാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ചേട്ടന്റെ കൂടെ ആരാധിക്കാൻ മടിച്ചിട്ട് സഭ മാറിപ്പോയ വിശ്വാസികൾ എനിക്കറിയാം. കുഞ്ഞച്ചാൻ അവിടെ പോകുന്നത്, ഞാൻ കുഞ്ഞച്ചാനോട് യോഗത്തിന് പോകുന്നില്ല. തങ്കമാമ അവിടെ പോകുന്നത്, ഞാൻ തങ്കമാമയുടെ കൂടെ ഞാൻ വേറെ ചർച്ചയിൽ പോവാ. ഞാനിവിടുന്ന് വണ്ടി പിടിച്ച് തിരുവല്ലയ്ക്ക് പോവാ. ഇവിടെ തങ്കമാമയുണ്ട്, എന്റെ നിങ്ങളുണ്ടോ? അപ്പൊ കുഞ്ഞമ്മാമ അവിടെയും പൊളിക്കും, തങ്കമാമ ഇവിടെയും പൊളിക്കും. ഈ പൊളിയല്ലാതെ കാര്യങ്ങൾക്ക് നീക്കുവൊക്കൊന്നും. സ്തോത്രം. അപ്പൊ ഈ നെടുമ്പറം ചർച്ചിലെ വിശ്വാസികളായതുകൊണ്ട് സ്വർഗത്തിൽ പോത്തൊന്നും ലോകത്തിൽ അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിന്റെ സഭയിലെ വിശ്വാസികൾ. അതുകൊണ്ട് എന്നാ ഗുണം? അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുള്ളി പാസ്റ്റർ കാലേ പിടിക്കും, അങ്ങനെയൊന്നുമില്ല, പരിപാടിയൊന്നുമില്ല. അതൊന്നും തെറ്റിദ്ധരിക്കരുത്, നടക്കത്തില്ല. എന്തിനാ കളിപ്പിക്കുന്നു? അങ്ങനൊന്നും ഇല്ലെന്ന്. അയ്യോ, നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനൊന്നും ഇല്ലെന്ന്. അതിനകത്തൊന്നും കാര്യമൊന്നും. ചർച്ചിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് 5 കൂട്ടം കാര്യം നടക്കും. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കും. ദൈവമേ, തോമസ് കുട്ടിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തല്ലോ, ഗ്ലോറി സമർപ്പിക്കുന്നു. 1. പിന്നെ അവൻ പ്രായമാകുമ്പോൾ ഞങ്ങൾ അവനെ എന്ത് ചെയ്യും? ജ്ഞാനപ്പെടുത്തും. 2. പിന്നെ അവന് കല്യാണമാകുമ്പോൾ നേരെ ജോബയുള്ള കല്യാണമൊക്കെ ആണെങ്കിൽ നമ്മൾ നടത്തി എന്ത് ചെയ്യും? കൊടുക്കും. 3. പിന്നെ അവൻ വല്ല വീടുമൊക്കെ വെക്കുവാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യും? സമർപ്പിക്കും. 4. പിന്നെ 5-മത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ദാനിയേലേ, നീയോ ദാനിയേലേ, ഈ 5 കൂട്ടം കാര്യമാണ് മെമ്പർഷിപ്പ്. അതെന്തിനാ? ഇത് പ്രോപ്പറായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാ. അല്ലാതെ വരുന്നവനും പോകുന്നതിനും മൊത്തം ദാനിയേലേ അതല്ല. ഇതിനകത്തുണ്ടെങ്കിൽ ഓക്കെ. അല്ല, അതിന് മെമ്പർഷിപ്പ്. സ്വർഗത്തിൽ പോണം. അതിനെ സൺഡേ ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ സൺഡേ, വെനസ്ഡേ, മൺഡേ ഇങ്ങനെ പറയും. ഇത് മൊത്തം ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ മേലോട്ട് പോവാം. അല്ലെങ്കിൽ നീ ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഇവിടെ കൊണ്ട് ഇതിന്റെ പരിപാടി തീർന്നു. അതിനപ്പുറത്തില്ല. സ്തോത്രം. മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് കരുത്തുള്ള കേപ്പവളായ വിശ്വാസത്തിലേക്ക്, കറതീർന്ന വിശുദ്ധിയിലേക്ക് വരാൻ ഇന്ന് പകൽ കൊതിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ചേർന്ന് ഒരുമിച്ച് കർത്താവിനെ ഒന്നുകൂടെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ. മാറ്റം വരേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ മാറ്റം വരണം. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, മാറ്റം വരുത്തേണ്ട മേഖലകൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തണം. സ്തോത്രം. അങ്ങനെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ, അവർക്കാണ് കൊരിന്ത്യൻ ലേഖനം. 1 ലേഖനം. 1-മത്തെ റീസൺ പിണക്കം മാറണം എന്നുള്ളതാണ്. 1-മത്തെ റീസൺ. അത് പരിഹരിക്കണമല്ലോ, അറിയത്തില്ലെങ്കിൽ പരിഹരിക്കണ്ടായോ? അതാ 1-മത്തെ റീസൺ ലേഖനം കൊടുക്കാൻ കാരണം. 2-മത്തെ റീസൺ, ബൈബിൾ ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് യോഗത്തിന് വന്ന ആൾക്കാർക്ക് സംശയങ്ങൾ പലതായിരുന്നു. 1, വിഗ്രഹാർപ്പിതം നമുക്ക് തിന്നാമോ? അവർക്ക് അറിയത്തില്ല. നമുക്കറിയാം പാടില്ല എന്ന്. കാരണം ഇതുള്ളത് കൊണ്ട് നമുക്ക് നോക്കി നമുക്കറിയാം ഇത് തിന്നാൻ. അവർക്ക് അറിയത്തില്ല. അവർ ചോദിച്ചു, പാസ്റ്ററെ, വിഗ്രഹാർപ്പിതത്തിന് വെച്ച് നമുക്ക് കഴിക്കാമോ? പൗലോസ് പറഞ്ഞു, ഒരു മിനിറ്റ് കർത്താവേ, ഇത് കഴിക്കാമോ? അപ്പൊ തമ്പുരാൻ പറഞ്ഞു, നോ, പാടില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇത് കഴിക്കാൻ പാടില്ല. അതെന്താ ചോദിക്കാൻ കാരണം? ഉള്ളിക്കും അറിയത്തില്ല. അടുത്ത ചോദ്യം, പൗലോസ് പാസ്റ്ററെ, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥനാ സമയത്ത് മൂടുപടം വേണോ? പൗലോസ് പറഞ്ഞു, ഒരു മിനിറ്റ് കർത്താവേ, മൂടുപടത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ തമ്പുരാൻ പറഞ്ഞു, യെസ്. പൗലോസ് പറഞ്ഞു, മൂടുപടം വേണം. ഓരോ ചോദ്യത്തിനും പുള്ളി മേലോട്ട് ചോദിച്ചിട്ടാ ചോദിക്കുന്നത്, വേണോ. അതെന്താണെന്നറിയാമോ? സഭയല്ലയോ, പൗലോസിന്റെ വല്ല ആണോ ഇത് തമ്പുരാന്റെ അല്ലയോ? ചോദിക്കാതെ പറയാതൊരു കാര്യം ചെയ്തിട്ട് തെറ്റിപ്പോയാലോ?
അവിടെയാണ് ഈ കമ്മിറ്റിക്കാരൊക്കെ മേടിക്കാൻ പോകുന്നത്. എന്നറിയോ, ചില തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അങ്ങ് എടുക്കില്ലയോ? മേലോട് ചോദിച്ചിട്ടാണോ തീരുമാനം എടുക്കുന്നത്? കർത്താവേ, നിന്റെ സഭയല്ലയോ, നിന്റെ രക്തം കൊണ്ട് വാങ്ങിയതല്ലയോ, ഇവിടെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തോട്ടെ. ചോദിക്കുന്നു, ചോദിക്കണ്ടേ? എന്റെ വീട്ടിനകത്ത് വന്നിട്ട് എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്താൽ അത് എന്റെ പൊന്ന് സാറുമാരെ വലിയ പാടാ. തീരുമാനം എടുക്കുമ്പോ സ്വന്തക്കാരനോട് ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കാതെ പല ഡിസിഷൻ എടുക്കുന്നേ. അപ്പൊ തമ്പുരാൻ പറയാ, എടാ ഇത് തെറ്റല്ലയോടാ എന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ പ്രോപ്പർട്ടിക്കകത്ത് തമ്പുരാനോട് ചോദിക്കാതെ തീരുമാനം എടുക്കുന്നവൻ രക്ഷപ്പെടുമോ? അതാ ഞാൻ പറഞ്ഞ മിക്കവാറും പേര് ഇവിടെ തന്നെ കാണും. നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്കൊരു കാര്യം അറിയാം, തമ്പുരാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഗൾഫിൽ പോകാൻ വിസ തന്നതോ വീട് തന്നതോ അല്ല. പിന്നെ ഇന്നു വരെ അയാൾ മടങ്ങി എന്ത് ചെയ്തിട്ടില്ല? മടങ്ങി. അതാ നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കൃപ. വന്നിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം വന്നേനെ. രക്തത്താൽ നിശ്ചയം. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ചേർന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ശക്തിയോടൊരു സ്തോത്രം പറ. രക്തക്ഷയം. ചർച്ചിനകത്തൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കുവാണെങ്കിൽ സ്വന്തക്കാരനോട് എന്ത് ചെയ്യണം? ഇത് ഏലപ്പാറയുടെ പ്രോപ്പർട്ടി അല്ല. ബ്ലഡ് മൊത്തം കാൽവറിയിൽ കൊടുത്തിട്ട് വാങ്ങിയതാ സഭ. ഒരു പക്ഷേ ഇതിനകത്ത് വരാൻ മുഖാന്തരം ഞാനായിരിക്കാം, ഇതിനകത്ത് വരാൻ പ്രസംഗം എന്റെ ആയിരിക്കാം, ട്രാക്ട് ഞാൻ കൊടുത്തായിരിക്കാം, പക്ഷേ ഉടമസ്ഥൻ ആള് വേറെ. അപ്പോ അയാളോട് ചോദിക്കണം കാര്യങ്ങൾ വേണോ? എന്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ല നിങ്ങൾ റിജക്ട് ചെയ്യൂ, എനിക്ക് നോ പ്രോബ്ലം. പക്ഷേ കാര്യം ഇതാ, പ്രൈസ് ദി ലോർഡ്. എന്നോട് പിണങ്ങല്ലേ കേട്ടോ, എന്നോട് പിണങ്ങല്ലേ, സത്യമായിട്ട് പിണങ്ങല്ലേ. അയ്യോ, എന്നോട് നിങ്ങൾ പിണങ്ങി എനിക്ക് സഹിക്കത്തില്ല കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. നിങ്ങൾ പിണങ്ങി പോയാ എനിക്ക് സഹിക്കത്തില്ല. ഞാൻ ഹൃദയം തുറന്ന് പറയാം. ഹല്ലേലൂയ. കാരണം ചർച്ച് ബോർഡിന്റെ ഒരു മേഖലാ ഡയറക്ടറാ ഞാൻ. 100 ചർച്ചകൾ എന്റെ കൂടെ ഉണ്ട് ഹൈ റേഞ്ചിൽ. അപ്പൊ ഒരു മേഖലാ ഡയറക്ടറായി എനിക്ക് എത്രയൊക്കെ പ്രസംഗങ്ങൾ അറിയാൻ പറ്റും അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ പിണങ്ങല്ലേ, സഹിക്കാൻ പറ്റത്തില്ല. കാരണം അതൊക്കെ മാറ്റി വെച്ചേച്ച് കാതലായ കാര്യം ഞാൻ ചർച്ച ചെയ്യുമ്പോ പിണങ്ങി പോയാ എനിക്ക് വിഷമം വരും. കാരണം മറ്റു പലതും പറയാനുണ്ടായിട്ടും പറയാതെ നീ ഈ കാര്യം പറഞ്ഞതുകൊണ്ടല്ലടാ ഇവര് പിണങ്ങിയതിന്റെ ചിന്ത എന്റെ അകത്ത് വരും. ഞാൻ എന്റെ പൊന്നു കുഞ്ഞുങ്ങളോട് തുറന്ന് പറയാം, നേരെ ചൊവ്വ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം സ്വർഗത്തിൽ പോകാനല്ലേ പിന്നെ ഈ പരിപാടിക്ക് എന്തിനാ ഇറങ്ങുന്നേ? സ്വർഗത്തിൽ പോകാൻ അല്ലെങ്കിൽ പിന്നെ ഈ റൂട്ടിനെന്താ അല്ലേ? നാടു വിട്ടു വീട് വിട്ടു നാമരായ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ധ്യാനം ചെയ്തോരാ. നാടു വിട്ടു വീട് വിട്ടു നാമരായ കൂട്ടം വിട്ടു കാഠിന്യമാം ശോധനയിൽ ധ്യാനം ചെയ്തോരാ. എന്തിന്? കൂടി ഒന്നായി വാഴാൻ. കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ, ആ കൊട്ടാരം തന്നിൽ കൂടിയൊന്നായി വാഴ വാഞ്ചിച്ചത്ര നാള. കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നെ. കൊട്ടാരം. നമ്മൾ നാട് വിട്ടതും വീട് വിട്ടതും ഒക്കെ എന്തിനാ? കൂടി ഒന്നായി വാഴാൻ വാഞ്ചിച്ച് എത്ര നാളായി. കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം ഇല്ലേ? മുത്തുമയമായി വിളങ്ങുന്ന പട്ടണമാണ് അത്. യോ സ്തോത്രം. അതൊക്കെ എന്തോ പാട്ടാ അല്ലേ? പണ്ട് കാലത്തൊക്കെ പാടി ആരാധിച്ച പാട്ടിന്റെ ഒക്കെ ആ ടേസ്റ്റ് എത്ര ഭയങ്കരമാണ്. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. പുത്തനെറുശലേം പുരം അത്ര ശോഭിതം. വീതി സ്വച്ഛസ്ഫടികാതുല്യം ഭംഗനിർവിരാമ പട്ടണമതിന്റെ വർണ്ണ്യമല്ലകോ ഭംഗി. സത്യം പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി വന്നവരായതുകൊണ്ട് കെയർഫുള്ളായ. പൗലോസിനോട് അവർ ചോദിച്ചു, വിഗ്രഹാർപ്പണം തിന്നാമോ? പൗലോസ് പറഞ്ഞു, 1 മിനിറ്റ് പാടില്ല. മൂടുപടം ഇടാമോ? പൗലോസ് പറഞ്ഞു, 1 മിനിറ്റ്. ചോദിച്ചു, വേണോ? വേണ്ട. അടുത്തത്, ഒരു കല്യാണം കഴിച്ചതാ, ഞങ്ങൾക്ക് ഒന്നുകൂടെ കെട്ടാൻ പ്രമാണം ഉണ്ടോ? ഈ കൊരിന്തിൽ കെട്ടാം, കൊരിന്തിൽ എത്ര വേണേലും കെട്ടാം, പക്ഷേ ചർച്ചിനകത്ത് കെട്ടാൻ പറ്റുമോ? അതാ ഡൗട്ട്.
വെളി തിന്നുവോ തിന്നാതിരിക്കുവോ കേട്ടുവോ കേട്ടാതിരിക്കുവോ ഒക്കെ വെളിയിൽ ഓക്കെ. പക്ഷെ ഈ ചർച്ചിൽ ഇവർ ആദ്യമായിട്ടല്ലയോ പെന്തിക്കോസ്റ്റിൽ ആദ്യമായിട്ട് വന്നവർക്ക് പെന്തിക്കോസ്റ്റിന്റെ സിസ്റ്റം അറിയാത്തോണ്ട് ചോദിച്ചു, ഒന്നുകൂടെ കെട്ടാൻ പറ്റുമോ? വെളി 8 10 കെട്ടാം. ഇപ്പൊ പൗലോസ് പറഞ്ഞു, 1 മിനിറ്റ് ഇത് എങ്ങനെയാ പറഞ്ഞു? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് വിറ കെട്ടാൻ പറ്റില്ല, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവിന് വിറ കെട്ടാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ചത് നന്നായി. നമുക്കതൊക്കെ മനസ്സിലായല്ലോ. ഈ ചോദ്യമൊക്കെ ചോദിച്ചില്ലായിരുന്നെങ്കിൽ ചർച്ചൊക്കെ പൊളിച്ചു പണിയേണ്ട വന്നേനെ, രക്തത്താലി ചെയ്യ ആള് കൂടിയേനെ. ഇനി നടക്കത്തില്ലെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ എന്തൊക്കെയോ അഡ്ജസ്റ്റ്മെന്റുകൾ. നമ്മുടെ കുഞ്ഞുവഞ്ചാന്റെ മോളല്ലയോ, നമ്മുടെ തങ്കച്ചായന്റെ മോനല്ലയോ, നമുക്ക് എങ്ങനെ കണ്ണടച്ചേക്കാം. വ്യഭിചാരം ചെയ്യുന്നെന്നാ, വ്യഭിചാരം ചെയ്യുന്നെന്നാ. ഇവിടെ നിങ്ങളുണ്ടോ? സ്തോത്രം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൊടുത്ത ലേഖനമാണ്. 9 അധ്യായം വരെ കാര്യങ്ങൾ സ്മൂത്താ. പക്ഷെ 10ാമത്തെ അധ്യായം തുടങ്ങി കാര്യങ്ങൾ മൊത്തം മാറുക. സഹോദരന്മാരെ, കൊരിന്ത്യർക്ക് പറയുവാണേ, സഹോദരന്മാരെ ഒന്ന് വായിച്ചാ മമ്മേ, എല്ലാവർക്കും ഒന്ന്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും. സഹോദരന്മാരെ 10ന്റെ 1ാമത്തെ വാക്യം. എല്ലാവരും സ്നാനമേറ്റു, എല്ലാവരും മോശയോട് ചേർന്നു, ഒരേ ആത്മീയാഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അതിനെ അനുഭവിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ, അടുത്ത വാക്യം കൂടെ, എങ്കിലും അപ്പൊ അമ്മ ഒരു സംശയം വരുത്തില്ലയോ? ഈ കൊരിന്ത്യയിലെ ആൾക്കാർ നമ്മളെ പോലെ ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാരല്ല, ആദ്യമായിട്ട് വായിക്കുക. അപ്പൊ അവർ നോക്കി തന്നെ എല്ലാവരും ഒരേ പാനീയം, ഓക്കെ, എല്ലാവർക്കും ഒരേ ഭക്ഷണം, ഓക്കെ, എല്ലാവർക്കും ഒരേ കിച്ചൺ. എന്റെ കൂടെ നിങ്ങളില്ലേ, ഒരേ പാറ, ഒരേ കിച്ചൺ, ഒരേ പാട്ട്, ഒരേ എല്ലാം. എങ്കിലും അപ്പൊ അവർ ചോദിച്ചു, അതെന്താ കാരണം? നമുക്കാണ് ഉണ്ടാകത്തില്ലയോ? അപ്പൊ പൗലോസ് പറഞ്ഞു, അതിന് കാരണം വേറെ ഒന്നുമല്ല, അവരിൽ കുറച്ചുപേര് പിറുവിറുപ്പുകാരായിരുന്നു. അപ്പോ അമ്മ ഇങ്ങോട്ട് നോക്കിയേ, കൊരിന്ത്യയിലെ ആൾക്കാർക്ക് മനസ്സിലായി പിറുവിറുക്കുന്നവർ കനാനിൽ പോകത്തില്ല. അപ്പൊ അവർക്ക് മനസ്സിലായി പിറുവിറുത്ത കനാനിൽ പോകത്തില്ല. എന്റെ ചോദ്യം, നിങ്ങൾ ആൻസർ ഉണ്ടെങ്കിൽ പറയണം. പിറുവിറുപ്പിന്റെ പേരിൽ കനാനിൽ ഇസ്രായേൽ മക്കളെ വിട്ടില്ലെങ്കിൽ കനാനേക്കാൾ സുന്ദരമായ സ്വർഗത്തിൽ നമ്മളെ കൊണ്ടുപോയാൽ അവർ ഉടക്കത്തില്ലയോ? അവര് പറയത്തില്ലയോ, കർത്താവേ അതിന്റെ പണിയാ, നെടുമ്പരങ്കാരി പിറുവിറുത്തു, അവരെ നീ സ്വർഗത്തിൽ കൊണ്ടുപോയി, ഞങ്ങൾ പിറുവിറുത്തു, ഞങ്ങളെ കനാനി പോലും വിട്ടില്ല, ചോദിക്കത്തില്ലയോ? അപ്പൊ അവരെ കനാനി കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ കാര്യം എങ്ങനെ ആയിരിക്കും? അപ്പൊ ഏകദേശം തീരുമാനമായോ? അല്ല എന്ത് ചെയ്യും? അല്ല അവരുടക്കും. അമ്മാമേ, ഇപ്പൊ ഒരു പഴം തിന്ന ആദാമിനെ തമ്പുരാൻ ഔട്ടാക്കിയിരിക്കെ ആ സൈസ് പഴം തന്നെ സ്ഥിരമായി കഴിക്കുന്ന നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുവച്ചാൽ ആദാം ഉടക്കത്തില്ലയോ? ആദാം എന്നാ പാപം ചെയ്തേ? തിന്നാൻ പാടില്ല, തിന്നു. അനുസരണക്കേടല്ലയോ? ആണോ? നമ്മളെന്താ ചെയ്യുന്നേ? അനുസരണക്കേടാണ്. അപ്പൊ 10:30 യോഗം നമ്മൾ 10:45 വരുന്നു, 11 മണിക്ക് വരുന്നു. പല കാരണങ്ങൾ കാണാം. പക്ഷെ റെഗുലർ ആയാലോ? മറ്റേ പുള്ളി ഒരു പ്രാവശ്യം തിന്നോടാ, ഓക്കെ, നമ്മൾ സ്ഥിരം തിന്നുക, നീ കേറിക്കോ എന്ന് പറഞ്ഞാലോ നടക്കുവോ? നടക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞ സത്യമാ. എന്ത് ചെയ്യാൻ പറ്റും? ഇതാരാ പറയുന്നേ? മനസ്സിലാവുന്നുണ്ട്? ഇപ്പോഴത്തെ ഒരു വിഷയം എന്നറിയുമോ? ഈ ലൈവാണ്. ഈ പ്രസംഗം ആൾക്കാർ കേട്ടിട്ട് ആ ലൈവിന്റെ താഴെ അവര് കൊണ്ട് റിവ്യൂ പവർഫുൾ മെസ്സേജ്, ബ്ലെസ്സഡ് മെസ്സേജ്, ഹോളി സ്പിരിറ്റ്, ഇതൊക്കെ കേട്ടിട്ട് അടുത്ത യോഗത്തിന് ആൾക്കാർ വിളിക്കുന്നേ. അപ്പൊ ഈ റിവ്യൂ ഒക്കെ കൃത്യമായിട്ട് വന്നില്ല, ഞങ്ങളുടെ യോഗം മുടങ്ങും. അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടി റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമാ. ഗ്ലോറി, ഹല്ലേലൂയ, ഇതൊക്കെ പറഞ്ഞു പോവാ, കാര്യം പറയുന്നില്ല. ഇഷ്ടമുള്ളത് നല്ല ജ്യൂസാണെങ്കിലും നമുക്ക് ലഭ്യമായതും വേണ്ടതും പാവയ്ക്കാണ്. കരമുയർത്തി സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. അവര് ചോദിച്ചു, പോയി പിറുവിറുത്താൽ കനാനി പോകത്തില്ലയോ? ഇല്ല. അപ്പൊ പിന്നെ സ്വർഗത്തിലോ? കനാൻ സ്വർഗമല്ല, കനാൻ ഒരു രാജ്യം. മിസ്രൈം ഒരു രാജ്യത്ത് നിന്ന് കനാനിൽ പോകാൻ ഒരു രാജ്യം. ഇന്നാണെങ്കിൽ ഇതൊന്നും വേണ്ട, പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ ഉണ്ടോ? ഓക്കെ, ടേക്ക് ഓഫ് ചെയ്യുക, അവിടെ ലാൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പണ്ട് ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ട് നടന്നു പോകേ. ആ നടന്നു പോകുന്നവർ പിറുവിറുക്കുന്നുണ്ടോ നോക്കിയിട്ട് തമ്പുരാൻ പിറുവിറുത്തവരെ ആ വഴിയിൽ വെച്ച് തട്ടാൻ ക്രമീകരണം ചെയ്തു. പാമ്പിനെ വിട്ടു, യുദ്ധം അയച്ചു, വെള്ളമില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം പിറുവിറുത്തു. അമ്മമ്മയോ ഇതൊക്കെ പോട്ട്. സഹിക്കാൻ മേലാത്തൊരു വാക്യമുണ്ട്, ഈ സംഖ്യാപുസ്തകത്തിനകത്താ.
ദൈവത്തോട് മറുതലിച്ച് ആ തലമുറ മുടിഞ്ഞു പോകുവോളം അവരെ 40 കൊല്ലം തമ്പുരാൻ മരുഭൂമിയിൽ അങ്ങനല്ല, അതാ അലയുമാറാക്കുന്ന. എങ്ങനെ? അലഞ്ഞുകൊണ്ടിരിക്കുക 40 കൊല്ലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാന്നറിയോ? മുടിയാനായിട്ടാ. അപ്പൊ 30 കൊല്ലമായപ്പോ ചോദിച്ചു എല്ലാവരും മുടിഞ്ഞോടാ? ഇല്ല, ഇനിയും കുറച്ചുപേര് മുടിയാനായിട്ട് ഉണ്ട്. അപ്പൊ കറങ്ങിക്കോളാൻ പറഞ്ഞു. പാസ്റ്റർ 35 കൊല്ലമായപ്പോ ചോദിച്ചു എല്ലാവരും മുടിഞ്ഞോടാ? മുടിഞ്ഞില്ല. അപ്പൊ കറങ്ങിക്കോ. ഇവന്മാര് മുടിയാനാ 40 കൊല്ലവും. എന്നോട് നിങ്ങളുണ്ടോ? ഇനി ഒരു കാര്യം അറിയാം, ഇവന്മാര് മുടിയാത്ത കൊണ്ടാ നമുക്ക് കനാനി കയറാൻ പറ്റാത്തതെന്ന് അന്നത്തെ പിള്ളേർക്ക് മനസ്സിലായിരുന്നെങ്കിലോ അവന്മാർ ഉപവാസ പ്രാർത്ഥന വെച്ചേനെ. എന്തിന്? ഇവന്മാര് മുടിയാൻ. കാരണം ഇവര് കാരണം മറ്റവരും കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാലേ, ഇവര് മുടിയാത്ത കൊണ്ട് അവരും എന്ത് ചെയ്യുവാ? അവരും കറങ്ങു പറ്റും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് മനസ്സിലായി കുഞ്ഞുവാനിച്ചാനും നങ്ങഞ്ഞാനും ബേബിച്ചാനും അവര് പോകാത്തോണ്ടാ. അത് മനസ്സിലായ ഒരു ഉപവാസ പ്രാർത്ഥന നോക്കിയടാ, യുവന്മാര് മുടിഞ്ഞില്ലെന്ന് നമ്മുടെ പോക്കും. എന്നോട് നിങ്ങളുണ്ടോ? എന്നോട് നിങ്ങൾ ഉണ്ടെന്നോ ഇല്ലെന്നോ? കൈയൊന്ന് പൊക്കിക്കാൻ നോക്കട്ടെ. ഉണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ. അത്ഭുതം. വിഗ്രഹാർപ്പിതം. എന്തോ വിഗ്രഹാരാധന? ദൈവത്തെക്കാൾ കൂടുതൽ. ഓക്കെ. നിങ്ങൾ പരസംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ തമ്പുരാനേക്കാൾ കൂടുതലായി മറ്റ് ദൈവങ്ങൾക്ക് എന്ത് ചെയ്തു? ബലി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ പറഞ്ഞു യുവമാരൊന്നും പോണ്ട. കൊരിന്ത്യക്കാർ ഞെട്ടിപ്പോയി. അപ്പൊ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. നിങ്ങളെക്കാൾ അപകടമായി ഈ പ്രസംഗം പ്രസംഗിക്കുന്നത് എനിക്ക്. കേട്ട നിങ്ങളെ ഉള്ളു. ഞാനിത് റെഗുലറായിട്ട് പറയുമോ? കേട്ടതിനേക്കാൾ കേൾക്കുന്നതിനേക്കാൾ അപകടമായി സാധനം പറയുന്നത്. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയാം. അന്യഭാഷ ഒരു അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, നേരെ ചൊവ്വേ ജീവിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഒത്തിരി കലർപ്പുണ്ടോ അമ്മേ? ഞാന് വിഷമം കൊണ്ട് പറയാ കേട്ടോ, നേര് പറയാ. ഗതിയില്ലാത്തവന്റെ മകള് അമേരിക്കയിൽ പോയാൽ, ഗൾഫിൽ പോയാൽ അതിനെ ചൊല്ലിയായിരിക്കും ഒരാഴ്ച നമ്മുടെ സംസാരം. ഒരാഴ്ച. ഇനി നിങ്ങൾക്കൊരു സത്യം അറിയോ? അറിയാമായിരിക്കും. ഈ സാക്ഷിക്ക് സമയം കൊടുക്കുമ്പോഴേ ഇപ്പൊ ഈ സാക്ഷ്യം ആൾക്കാർ പറയുന്നില്ലല്ലോ. എന്താണെന്നറിയോ? അവര് പറയുന്നത് അൺസ്പോക്കൺ ആയിട്ടൊരു വിഷയം ഉണ്ടെന്നാ. ഇവിടെ ഉണ്ടോ അങ്ങനെ അൺസ്പോക്കൺ? അങ്ങനെ ഉണ്ടോ? ദൈവമക്കളെ, ഹല്ലേലൂയ, ഗ്ലോറി. കഴിഞ്ഞ ആഴ്ച കർത്താവ് നല്ലവനും വല്ലവനുമായിരുന്നു. പിന്നെ എനിക്ക് അൺസ്പോക്കൺ ആയൊരു വിഷയം. എന്തോ ഈ അൺസ്പോക്കൺ? ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റാത്ത വിഷയം. വേറെ കുഴപ്പമൊന്നുമില്ല, കൊച്ചി OET എഴുതാൻ പോവാ. അതാ ഈ അൺസ്പോക്കൺ. അതെന്നാ പരസ്യമായിട്ട് പറയാത്ത? പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കത്തില്ല. അതിന് കാരണം എന്നാ? ചർച്ചിലെ മെയിൻ അച്ചായന്റെ മോള് 3 വട്ടം എഴുതി തോറ്റിരിക്കുമ്പോ ആ അച്ചായൻ മനസമാധാനത്തോടെ പ്രാർത്ഥിക്കുമ്പോ കുഞ്ഞമ്മയുടെ മോക്ക് വേണ്ടി ഇല്ല. അപ്പൊ സാക്ഷ്യം പറയുന്ന ആൾക്കാർക്ക് അറിയാം, അൺസ്പോക്കൺ എന്ന് പറയുവാണെങ്കിൽ ചിലപ്പോ ഒരു വാക്കിൽ പറയും, ദൈവമേ കുഞ്ഞമ്മയുടെ അൺസ്പോക്കൺ ആയ വിഷയത്തിന് വേണ്ടി ചിലപ്പോ കാര്യം പറഞ്ഞ പണി വാളും. അതാ മിണ്ടാത്തെ. ഇനി കല്യാണമാണെങ്കിലോ, കല്യാണത്തെ കുറിച്ചൊന്നും സാക്ഷ്യം പറയത്തില്ല. പറഞ്ഞു പോയോ ആ കല്യാണം എന്ത് ചെയ്യും? മുടക്കും. അതിന് കാരണം എന്നാ? മൂലമറ്റത്ത് നിന്ന് മോനൊരു വിവാഹാലോചന. അപ്പൊ തൊട്ട് കേൾക്കുന്നവരുടെ മനസ്സിലെ ചിന്ത, മൂലമറ്റ വേവടാ, മൂലമറ്റം അത് പോക്കാം. അപ്പൊ അതിനകത്ത് എന്തോ മനസ്സിലായെന്നറിയോ? അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മാമേ 25 വർഷമായിട്ട് അന്യഭാഷ പറയുന്ന അമ്മാമേനെ അമ്മാമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന വിശ്വാസി എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ലെന്ന്. അതല്ലയോ അന്യഭാഷ പറയും. അമ്മാമ ഇങ്ങനെ അന്യഭാഷ, പക്ഷെ വിശ്വാസ തൊട്ടടുത്ത്. ദൈവമേ എന്ത് ചെയ്യും? നമ്മളാണ് തോരാതെ അടിക്കുക. പക്ഷെ അടുത്തിരിക്കുന്ന ആള് വിശ്വസിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അൺസ്പോക്കൺ. നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ പറയാത്തെ. ഞാൻ നിന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ട് അൺസ്പോക്കൺ പറയുമ്പോൾ നീ നിന്നെ തന്നെ ശോധന ചെയ്യണ്ടായോ? അതാ ഞാൻ പറഞ്ഞ നേരെ ചൊവ്വ അല്ലെങ്കിൽ പണി വാളോ മാമ, എന്നാ ചെയ്യാൻ പറ്റും? അപ്പൊ കർത്താവ് വരാതിരിക്കട്ടെ, അതാ നല്ലത്. കാരണം നമുക്ക് കുറച്ചുകൂടെ യോഗം കൂടാമല്ലോ, അല്ലേ? കർത്താവ് വരാതിരിക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ പോകാമല്ലോ. വന്നു പോയാൽ എന്ത് ചെയ്യും? അന്നല്ലേ നമുക്കറിയൂ നമ്മൾ ആരാണെന്നുള്ളത്. ജനത്തിന്റെ ഉള്ളിലെ സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. ജനത്തിനുള്ളിലെ ആ സിൻസിയാരിറ്റി. പണ്ടെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ പ്രശ്നത്തെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞാൽ ആ സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോൾ തുടങ്ങും സ്തോത്രം പറയാൻ.
അപ്പത്തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആ പ്രാർത്ഥനയുടെ അവസാനം വിടുതല. ഇന്ന് അതൊക്കെ മാറിയില്ലേ? ചെയ്യും. മനസ്സിലായവർക്ക് കർത്താവിനെ ഇന്ന് പകൽ സ്തുതിക്കുന്നു. സ്തോത്രം. ആ ഒരു ബോണ്ടിങ് മാറിയില്ലേ? ബോണ്ടിങ്, ആ ഒരു ബന്ധം വിട്ടില്ലേ? കാലി കിടന്ന് പോയാലും നിന്റെ വണ്ടിയിൽ ആരെയും കയറ്റാത്തില്ല. പണ്ടങ്ങനല്ലല്ലോ, കയറ്റി വരത്തില്ല. ഇന്ന് കാലിക്ക് പോയാലും കുഞ്ഞമ്മ നടന്നു പോകുമ്പോ കുഞ്ഞമ്മാമ എന്നോട് ഓർക്കണം, അങ്ങനെ പേരുണ്ടെങ്കിൽ. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു, നോർമൽ പേരായതുകൊണ്ട് പറയാം. നടന്നു പോകുന്ന കണ്ടാലും നമ്മളിങ്ങനെ യേശുവൊക്കെ ഇട്ട് പോകുമ്പോ കൂടെ ആരാധിച്ച കുഞ്ഞോളെ ഇങ്ങനെ നടന്നു പോവുക. എന്നാ വരുന്നോട് ഈ കുഞ്ഞമോളെ ഇത് ചോദിക്കാൻ പോലും മനസ്സില്ലാതെ നമ്മൾ ആ തണുപ്പത്തങ്ങ് പോവല്ലയോ? പണ്ടത്തെ ആ ബോണ്ടിങ് പോയി, പണ്ടത്തെ ആ സിൻസിയാരിറ്റി പോയി. അന്നു ഇപ്പൊ ഈ പ്രസംഗം കൊണ്ടതെല്ലാം മടങ്ങി വരുമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. പിന്നെ അങ്ങനെയുള്ള ചിന്തയൊന്നും എനിക്കില്ല. പിന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞല്ലോ, രക്തത്താല് ചെയ്യും. സ്തോത്രം. കരം ഉയർത്തി കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തുതിച്ച് രക്തത്താല് ചെയ്യും. അപ്പൊ 10-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ. ഇനി 11 അതിനേക്കാൾ ഗൗരവമായ കാര്യം. കർത്തൃമേശയെ കുറിച്ച് പറയാം. പൗലോസ്ലീഹ പറയാണ്, അയോഗ്യമായി ഈ അപ്പം എന്ത് ചെയ്യരുത്, തിന്നരുത്. അപ്പൊ ഈ എന്താ യോഗ്യത? അയോഗ്യമായി തിന്നരുത്. അപ്പൊ ഇതിനെന്തോ ഉണ്ട്? യോഗ്യത. അപ്പൊ എന്തുവാ യോഗ്യത? ഇത്രയേ ഉള്ളൂ. വീണ്ടും ജന്മം എന്ത് ചെയ്യുക? അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. വിശുദ്ധിയിൽ ജീവിക്കുക. വീണ്ടും ജന്മം. വീണ്ടും ജന്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണ്ടും ജനിക്കുക. ബോൺ അഗൈൻ. വീണ്ടും ജനിക്കുക. പ്രായമായി വീണ്ടും ജനിച്ചു. എങ്ങനെ? യേശുവിൽ. അതെന്തിനാ? നീ ജനിച്ചത് എന്റെ അപ്പന്റെ പേര് രാജു, അമ്മയുടെ പേര് കുഞ്ഞുമോൾ. അവർക്കാ നീ ജനിച്ചേ. നിന്റെ സ്വഭാവം അവരുടെ സ്വഭാവമാണ്. അവരുടെ സ്വഭാവമുള്ള നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരുടെ സ്വഭാവം വേണം? യേശുവിൽ. അപ്പൊ നീ എന്ത് ചെയ്യണം? ആ യേശുവിൽ ഒന്നുകൂടെ ജനിക്കണം. അപ്പൊ നിനക്ക് ആരുടെ സ്വഭാവം വരും? യേശുവിന്റെ സ്വഭാവം വരും. ശരിയാണോ? അപ്പൊ യേശുവിന്റെ സ്വഭാവം വന്നില്ലെങ്കിലോ? അച്ഛാ, ഈ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് ആരുടെ സ്വഭാവം വരും? യേശുവിന്റെ. ഇനി വന്നില്ലെങ്കിലോ? നീ വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പൊ യേശുവിന്റെ സ്വഭാവം ഉള്ളവര് കൈവക്കാൻ പറഞ്ഞാലോ? പൊക്കല്ലേ. അങ്ങനെ കർത്താവിന്റെ സ്വഭാവം ഉള്ളൊരു കൈവക്കാൻ പറഞ്ഞാലോ? എന്നോട് നിങ്ങൾ വന്നേ. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ സ്നാനം മുങ്ങുന്നത് കൊണ്ടല്ല, മുങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ തമ്പുരാൻ നോക്കും. എടാ, മുങ്ങിയത് പോലാണോ ജീവിക്കുന്നേ? എന്റെ സ്വഭാവത്തിലാണോ? അങ്ങനെ ആണെങ്കിൽ സ്നാനം കൺഫേം ചെയ്യും. ദാറ്റ്സ് ഓക്കെ, വെരി ഗുഡ്, ടിക്ക്. സ്നാനം എന്ന് പറയുന്നത് മുങ്ങുന്നത് മാത്രമല്ല, അതിനുശേഷമുള്ള ലൈഫ് കൺസിഡർ ചെയ്യുവോ? ഇല്ലേ? അപ്പൊ അതിനുശേഷം നമുക്ക് കർത്താവിന്റെ സ്വഭാവം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മുടെ കാര്യത്തിൽ തമ്പുരാൻ തീരുമാനം പറയത്തുള്ളെങ്കിൽ നമ്മുടെ വീണ്ടും ജനനം പോലും നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. അവര് പിണങ്ങി. ഇനി എന്ത് ചെയ്യൂല്ലേ? അതായത് സ്നാനം ദാറ്റ്സ് ഓക്കെ, നമ്മുടെ പാസ്റ്റർ നമ്മളെ മുക്കി, വെരി ഗുഡ്. പക്ഷെ അത് കഴിയുമ്പോ വീണ്ടും ജനിച്ചു, യേശുവിൽ ജനിച്ചു. അപ്പൊ നമ്മുടെ അകത്ത് ആരുടെ സ്വഭാവം വേണം? യേശുവിന്റെ. അപ്പൊ ഓരോ ദിവസവും തമ്പുരാൻ നോക്കും, കുഞ്ഞുമോളൊക്കെ യേശുവിന്റെ സ്വഭാവം ഉണ്ടോ? കുഞ്ഞുമോളെ ആരാണ്ടോ ഒന്ന് തോണ്ടി, ഇപ്പൊ യേശുവിന്റെ സ്വഭാവം ഉണ്ടോ? കുഞ്ഞുമോളെ കുറിച്ച് ആരാണ്ട് എന്താണോ ഒന്ന് പറഞ്ഞു, അപ്പൊ യേശുവിന്റെ സ്വഭാവം ഉണ്ട്. ഇങ്ങനെ നോക്കും. അപ്പൊ ഉണ്ടോ നോക്കിയിട്ട് അവസാനം ഉണ്ട് കേട്ടോ, ശരിയോ? അപ്പൊ ഇത് നോക്കിയിട്ട് ട്രിക്ക് എടുത്തുള്ളെങ്കിൽ നമ്മുടെ കാര്യം എന്ത് ചെയ്യും അച്ഛാ? കരഞ്ഞു പ്രാർത്ഥിച്ചു. ഗ്ലോറി കരഞ്ഞു പ്രാർത്ഥിച്ചു. അതാണ് കരഞ്ഞു പിടിച്ചു. വേറെ മാർഗമൊന്നുമില്ല. കരഞ്ഞു പിടിച്ചു. കരഞ്ഞു പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞു ശക്തിയോടെ കർത്താവിനെ ഒരുമിച്ചൊന്ന് സ്തുതിച്ചേ. നിങ്ങൾക്കറിയോ, കർത്താവിന്റെ സ്വഭാവമുള്ളവര് മാത്രമേ അപ്പത്തീന്ന് അംശികളാകത്തുള്ളെന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. എനിക്ക് യേശുവിന്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ഞാൻ അർത്ഥമേശം എന്ത് ചെയ്യത്തുള്ളൂ? അപ്പം എടുക്കൂ എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എന്നാ? ഒരു ചെറിയ ബ്രെഡ് നിൽക്കും, ചെറിയൊരു ബന്ന് മതി. അല്ലാത്ത പക്ഷെ ഓരോ സൺഡേ ഞങ്ങൾ പെടുന്ന പാട്, ഇത്രയും പേർക്കുള്ള ബ്രെഡ് ഉണ്ടോ എന്നൊക്കെ തപ്പി ഞങ്ങൾ ചെല്ലുക. ഓർമ്മ, വലിയ അപ്പം ഉണ്ടോ, ഇത്രയും പേർക്ക് കൊടുക്കണ്ടായി. എന്നാൽ കർത്താവിന്റെ സ്വഭാവം ഉള്ളവര് മാത്രമേ എടുക്കത്തുള്ളെന്നൊരു തീരുമാനത്തിലാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. കാരണം ചെറിയൊരു ബന്നെ കാര്യം എന്ത് ചെയ്യും? നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. സിസ്റ്ററെ, നമ്മളിങ്ങനെ കൺവെൻഷനൊക്കെ വെക്കുമ്പോ തിരുവല്ല ഞങ്ങൾ അച്ചുണ്ടാക്കി വെച്ചേക്കാം. അവർക്ക് ഇത്രയും വലിയ അച്ഛന്റെ ആവശ്യമില്ല. ജനറൽ കൺവെൻഷൻ വരുമ്പോഴേ
നമ്മൾ ഇങ്ങനെ വലിയ അച്ഛൻ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുവോ? കാരണം ബോർമക്കാർക്ക് അത്രയും വലിയ അച്ഛന്റെ ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു മേശ മൊത്തം വേണ്ടായോ അപ്പം? ഞങ്ങൾ വലിയ അച്ഛണ്ടാക്കി വെച്ചേക്കുക. ആർക്ക്? ഈ ആൾക്കാർ കൊടുക്കും. എന്നാൽ വിശ്വാസികൾ തീരുമാനിക്കുക, യേശുവിന്റെ സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച ഞങ്ങൾക്ക് ഈ പാടൊന്നും 8-10 പേരല്ലേ കാണത്തുള്ളൂ. രക്തത്താലച്ചി എന്തോ ഈ പറയുന്നു? നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടോ. എനിക്ക് ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞു പോ. ആദിമാ സ്നേഹവും ജീവനും ത്യാഗവും മാഞ്ഞു പോ. ദൈവവിശ്വാസമോ കേവലം പേരിനു മാത്രമാ. വന്നാലും നിന്നാലെ തന്നാലും ജീവാവി തിരുവാഗ്ദത്തം പോൽ സ്വർഗതാദാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങൾ ഉണർവാരുൾകയിന്നേരം. ഓ ആത്മതേജസ്സിനാലെ മേവാൻ ഈ യുഗവേളയിൽ വാനിൽ നിന്നു ഉണർവാരുൾകയിന്നേ. ഓ ആണ്ടുകളാകവെ തീർന്നിടും നായതിൻ മുന്നമേ. ആണ്ടുകളാകവെ തീർന്നിടും നായതിൻ മുന്നമേ. നാഥ നിൻ കൈകളിൻ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേകണമേ സ്വർഗനാഥാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളെ ഉണർവാരുൾകയിന്നേരം ദേവാ. ആത്മതേജസ്സിനാലെ ദേവാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഉണർവാരുൾകയിന്നേരം ദേവാ. എനിക്കറിയത്തില്ല, ഇവിടെയൊക്കെ പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. പണ്ടത്തെ കൊച്ചു കൊച്ചു ചർച്ചിനകത്ത് ഈ വിശുദ്ധ ചുംബനം ഉണ്ടായിരുന്നു. ഇവിടെ പാടത്തിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കും, ഇല്ലയോ? അങ്ങനെ ആയിരിക്കും. ഇത്രയും പേർക്കൊന്നും പറ്റത്തില്ല. പാടിയ 3-4 പാട്ട് വേണ്ടി വരും. എനിക്കറിയത്തില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് വിഷയമല്ല. നേരത്തെ ഒരു 10-30 പേരേ ഉള്ളൂ. ഒരു പാട്ട് പാടി എന്നു കാണാം ഇനി എന്നു കാണാം എന്റെ രക്ഷകനെ. വാതി കണ്ടിരുന്ന ആളുകളായി പാട്ട് പോലെ നമുക്ക് ഓർമ്മ വരുന്നില്ല. എന്നിട്ട് അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ച് കുഞ്ഞോനിച്ചാനും തങ്കച്ചാനും ഉറക്കുള്ള കുഞ്ഞോനിച്ചാനും ബേബിച്ചാനൊക്കെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അതോടുകൂടി തീരുക. ഇന്നിപ്പോ നമുക്ക് അതില് കൊണ്ടത്തിന് അടിച്ചിരിക്കുന്നവർ തമ്മിൽ അത് കൊടുത്താലായി. അത് അടിച്ചിരിക്കുന്ന ആളാ എന്നും ഓരോരുത്തർക്കും ഓരോ പെർമനന്റ് സീറ്റാ. അപ്പൊ അതുകൊണ്ട് അറിയാം, തങ്കമ്മ ഇപ്പുറത്തെ കുഞ്ഞമ്മ റെഡി, ഇപ്പുറത്തെ കുഞ്ഞമ്മ എന്റെ അടുത്ത് ഓട്ടു. സ്തോത്രം. നിർവ്യാജ സ്നേഹം. സ്നേഹം പരിശുദ്ധാത്മാവ് പറയുന്ന വാക്യം അവിടെ എങ്ങനെയാണ്? ഞാൻ മനുഷ്യരുടെ ഭാഷ മലയാളം പറഞ്ഞാലും, ഞാൻ ദൂതന്റെ ഭാഷ അന്യഭാഷ പറഞ്ഞാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. ചിലമ്പുന്ന ചെമ്പോ എങ്ങനെ മന വാക്യം? മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അടുത്ത വാക്യം, എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് മലകളെ നീക്കുവാൻ വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. അടുത്തത്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താൽ പൈസ മുഴുവൻ ഞാൻ ആശ്വാസം അവന് വേണ്ടി എഴുതി കൊടുത്താലും, കിൽക്കാലിന് വേണ്ടി എഴുതി കൊടുത്താലും, എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാൽ, ഇങ്ങനെ ചൂടാൻ കൊടുത്താലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ, സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല.
അടുത്ത വാക്യം സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. അവിടെ വിഷയം. സ്നേഹം ദീർഘമായിട്ട് എന്ത് ചെയ്യുന്നു? ക്ഷമിക്കും. സ്നേഹം ദീർഘമായിട്ട് എന്ത് ചെയ്യുന്നു? ക്ഷമിക്കും. സ്നേഹം ദീർഘമായിട്ട് എന്ത് ചെയ്യുന്നു? ചോദിച്ചപ്പോ ആൻസർ അല്ലേ? ആൻസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? ക്ഷമിക്കത്തില്ല. ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു. പിന്നെ സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. നിഗളിക്കുന്നില്ല. ചീർക്കുന്നില്ല. അയോഗ്യമായി നടക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നമുക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. പെന്തക്കോസ്തിനകത്ത് ആ ഒരു സാധനം ഇല്ല. സ്വാർത്ഥത നമുക്കില്ല. ഇല്ല. അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല. കണ്ടോ ദൈവമേ, അവര് സമ്മതിക്കുന്നില്ല. സ്വാർത്ഥത നമുക്കുണ്ടോ? ഇല്ല. സൺഡേ സ്കൂൾ പിള്ളേരുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് റീഫ്രഷ്മെന്റ് കൊടുക്കുമല്ലോ. റീഫ്രഷ്മെന്റ്, ജ്യൂസ്, ആദ്യം പോകുന്ന അമ്മമ്മമാരുടെ കഴിവോടിരിക്കും ഏറ്റവും പുറകിൽ പോകുന്ന പിള്ളേർക്ക് പോലും കിട്ടുന്നത്. രക്തത്താലച്ച് എന്റെ കൊച്ച്. നമുക്ക് സ്വാർത്ഥതയുണ്ടോ? അതായത് ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഊഹം പറയാൻ ചിന്തിക്കരുത്. അനുഭവം ഒത്തിരിയാതെ ഇങ്ങനെ നമ്മൾ ഒത്തിരി നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല. ഞാൻ പല രാജ്യത്ത് കാണാൻ ലുക്കില്ലെന്നുള്ളതേ ഉള്ളൂ. ഒത്തിരി രാജ്യങ്ങൾ പോയിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചുമ്മാ ഞാൻ ഈ ഫേസ്ബുക്കിന്റെ വള്ളി, നിങ്ങൾ ഇങ്ങനെ ഫേസ്ബുക്കിന്റെ വള്ളിക്കകത്ത് നേരെ എന്ന് പറഞ്ഞ് പിടിച്ച് സ്റ്റേജിൽ വന്ന ആളല്ല. ആദ്യമേ വാർഡ് പ്രവാചകൻ, ഏലപ്പാറ പഞ്ചായത്തിന്റെ 8ാമത്തെ വാർഡ്, ഹെലിബ്രിയ വാർഡ് പ്രവാചകൻ. പിന്നെ പഞ്ചായത്ത് പ്രവാചകൻ. അവിടുന്ന് വന്നത് വാർഡ്, പഞ്ചായത്ത്, താലൂക്ക്, ജില്ല, സ്റ്റേറ്റ്, അങ്ങനെ വന്ന അല്ല. നമ്മൾ പെട്ടെന്ന് അതിലെ കൂടെ അങ്ങനെ വന്ന് അനുഭവങ്ങൾ ഒത്തിരിയാണ്. ഒരു 10,000 ചർച്ചയിൽ പോയിട്ടുണ്ട്. ഒരാൾ നടന്നു പോകുന്ന കണ്ടാൽ ഞാൻ പറയും ആ പുള്ളിക്കാരി ഏത് ടൈപ്പാണ്. പിന്നെ ഞാൻ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഊഹം പറയല്ല. ഇതിനകത്തല്ലേ ജനിച്ചപ്പോ തൊട്ട് പെന്തിക്കോസിനകത്താണ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. എന്റെ മൊബൈലിനകത്ത് 3000 നമ്പർ സ്റ്റോർ ചെയ്യാമെങ്കിൽ 2850 നമ്പരും പെന്തക്കോസ്താർ നമ്പരാ. അതും പാസ്റ്റർമാരെയും സെക്രട്ടറിമാരെയും നമ്പരാ. അല്ലാത്ത 3-4 നമ്പരെ കാണത്തുള്ളൂ. ഒരു ഓട്ടോക്കാരൻ, ഒരു പച്ചക്കറിക്കാരൻ, ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കുറെ കാലമായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും മാറ്റണേ പറഞ്ഞാൽ മതി, പാസ്റ്റർ അത് മാറ്റണം, ഞാൻ മാറ്റാം. ഇത് മാറ്റാനൊന്നുമില്ല. കാരണം ഇതിനകത്തോട് നടക്കുന്നോണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണുകയല്ലേ. മനസ്സിലാകുന്നുണ്ടോ? സ്വാർത്ഥതയുണ്ടോ? നിങ്ങൾക്കറിയാമോ ഇപ്പൊ ആൾക്കാർ കോട്ടേജ് മീറ്റിംഗ് വെക്കാൻ ഭയങ്കര മടിയാ പലർക്കും. ഇവിടെ എനിക്ക് അറിയത്തില്ല, നമ്മളൊക്കെ ഇങ്ങനെ ഇത് പറയുക, ഇന്ന് കോട്ടേജ് മീറ്റിംഗ് എവിടാ, ലേലം വിളിക്കുന്ന പോലെ എവിടാ, ആരും വെക്കത്തില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ആകെ 50 പേരെ വരത്തുള്ളൂ. പക്ഷെ 150 പേർക്കുള്ള പബ്സ് എന്ത് ചെയ്യണം? മേടിക്കണം. അതിന് 50 പേർക്ക് 150 പേരുടെ പബ്സ്. ആദ്യം ഇറങ്ങുന്ന അമ്മാമ്മ ഒരെണ്ണം എടുത്ത് മൂത്ത മോന്, അവൻ യോഗത്തിന് വരത്തില്ലെങ്കിൽ പബ്സ് വേണം, രക്തത്താലി ചെയ്യാം. അവന് വന്ന ഉടനെ 2 എണ്ണം എടുത്തു അവിടുത്തെ പിള്ളേർക്ക്. അവൻ യോഗത്തിന് വരത്തില്ലെങ്കിൽ പബ്സ് വേണം. 50 പേര് യോഗത്തിനുള്ളൂ, 150 പേരുടെ പബ്സാണ് നമ്മൾ മേടിക്കണ്ടേ. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടോ? നമ്മൾ മിണ്ടത്തില്ല, കിട്ടുമോ? അല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ പൊളിയട്ടെ, രക്തത്താലി ചെയ്യാം. നിങ്ങൾ മിണ്ടത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇവരെ പിണങ്ങി എന്നോട് സ്തോത്രം. അയ്യോ ഞാനിനി എന്ത് ചെയ്യും അല്ലേ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യുമോ? സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. എന്ത് കണക്കിടുന്നില്ല? ദോഷം കണക്കിടും. ഇവിടെ ഇപ്പൊ ചെരുപ്പ് ഞാൻ നോക്കിയപ്പോൾ ചെരുപ്പൊക്കെ വെക്കാൻ നല്ല സ്റ്റാൻഡാ. എന്നിട്ട് നിങ്ങൾ താഴെ ആയിട്ടേക്കുന്നത് രക്തത്താലി ചെയ്യും. അത് നിങ്ങളുടെ അനുസരണത്തിന്റെ പ്രത്യേകതയാ. ഹല്ലേലൂയ. ഇനി താഴെ കിടക്കുന്ന ചെരുപ്പ് ഇടാൻ തുടങ്ങുമ്പോ ആ ചെരുപ്പിനകത്തൊരു അല്പം പൊടി ഉണ്ടെങ്കിലും ദോഷം കണക്കിടുന്നില്ല. ആ ചെരുപ്പ് നല്ല ഭംഗിക്ക് മേടിച്ച ചെരുപ്പാ, സൈലോണിയിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന ചെരുപ്പ്. അതിന്റെ മണ്ടയ്ക്കകത്ത് ആരോണ്ട് കൊണ്ട് ചെരുപ്പിട്ടേച്ച് മൊത്തം പൊടി. ഈ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ. എന്നാ ബൈബിൾ പറയുന്നു ദോഷം കണക്കിടുന്നില്ല. അതെടുത്തിട്ട് കുടഞ്ഞിട്ട് ഇട്ടോണ്ട് പോവാ. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ആര് കണ്ടല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ല കേട്ടു. അപ്പൊ നിങ്ങൾ മിണ്ടാത്തതിന്റെ കാരണം ഏകദേശം കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി. അപ്പൊ ഇനിയിപ്പോ എന്താ മിണ്ടാല്? ഇത് 13. ഇനി 14 പൗലോസ് പറയുന്നു, ദൈവസ്നേഹം പോലെ തന്നെ തുല്യമായ മറ്റൊന്ന്. അതെന്തുവാ? അതിന്റെ പേരാണ് അന്യഭാഷ. ചിലൊരു സത്യം അറിയാമോ? പെന്തിക്കോസ്തിൽ ഇപ്പൊ അന്യഭാഷ പറയുന്ന ആൾക്കാര് കുറഞ്ഞു വരിക. പക്ഷെ എനിക്ക് ഇവിടെ കണ്ടപ്പോ സന്തോഷം തോന്നി കേട്ടോ.
ഞാൻ നോക്കി പലരെയും ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ എല്ലായിടത്തും നേരത്തെ ചെല്ലും, രക്തത്താല് ചെയ്യും. നോക്കിയപ്പം അമ്മച്ചിമാരൊക്കെ കൈപൊക്കി ആ പാട്ട് പാടിയ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങ് സത്യത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞു കേട്ടോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പലയിടത്തും അന്യഭാഷ പറയുന്ന ആൾക്കാർ കുറവാ. ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ വേണം, അവിടുന്ന് നന്മകൾ വേണം. പക്ഷെ അദ്ദേഹത്തോട് സംസാരിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ ആൾക്കാർ കുറവാ. ഇന്ന് പകൽ പരിശുദ്ധാത്മ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തോട് സംസാരിക്കാൻ ഇന്ന് പകൽ തയ്യാറാകുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നു. അവൻ സഭയ്ക്ക് ആത്മീയ വർധന ഉളവാക്കുന്നു. ഇന്ന് പകൽ അന്യഭാഷ സംസാരിക്കാൻ മനസ്സുള്ള, ദൈവത്തോട് സംസാരിക്കാൻ ഹൃദയമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അല്പനിമിഷങ്ങൾ ആ തലങ്ങളെ തുറന്ന് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു തുടങ്ങാം. അന്യഭാഷയിൽ കർത്താവിനെ ഇന്ന് പകൽ സ്തുതിക്കട്ടെ. നീ പറയുന്ന അന്യഭാഷയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ വരട്ടെ, നിന്റെ ചെവിയിൽ വരട്ടെ. കരമടിക്കുന്നെങ്കിൽ കരമടിയുടെ ശബ്ദം നമ്മുടെ ചെവിയിൽ എത്തട്ടെ. അതിന് വിടുതല, അനുഗ്രഹമാ. ഓ അന്യഭാഷ സംസാരിക്കുന്ന ദൈവത്തോട് സംസാരിക്കുന്നു. ആത്മാവിൽ മർമ്മങ്ങൾ പ്രസ്താവിക്കുന്നു. Praise the Lord. 14-ാം അധ്യായത്തിൽ അന്യഭാഷയെ കുറിച്ചാണ്. 10-ാം അധ്യായം നമ്മൾ പഠിച്ചു. 11 കർത്തൃമേശ, 12 കൃപാവരം, 13 ദൈവസ്നേഹം, 14 അന്യഭാഷ. ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയാം, നിക്ക് ഇതിനേക്കാൾ ടോപ്പ് ഒരു സാധനമുണ്ട്. അതാണ് 15-ാം അധ്യായം. അവിടെ നമ്മൾ നിൽക്കുന്നത്. അതിന്റെ പേരാണ് പുനരുത്ഥാനം. എന്ത്? അതാണ് നമ്മുടെ സബ്ജക്റ്റ്. 58 വാക്യമുണ്ട്. അത്ര ലെങ്തി ആയ ഒരു ലേഖനം പൗലോസ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല, വേറൊരു വിഷയം ചർച്ച ചെയ്തിട്ടുമില്ല. പൗലോസിന്റെ പുസ്തകം പഠിച്ചാൽ ഏറ്റവും ലെങ്തി ചാപ്റ്റർ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം. അതിനകത്തുള്ള സബ്ജക്റ്റ് ഒറ്റ സബ്ജക്റ്റ്. അതിന്റെ പേരാണ് പുനരുത്ഥാനം. എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു എന്തുവാ? പൗലോസ് പറഞ്ഞു, 50 അടി താഴ്ചയിൽ നിന്നെ കൊണ്ടടക്കം ചെയ്താലും കർത്താവൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ആ മണ്ണിനകത്ത് നിന്ന് നീ പുറത്തു വരുന്നൊരു പരിപാടിയുണ്ട്. അതിന്റെ പേരാണ് പുനരുത്ഥാനം. ഇന്ന് പകൽ അത് തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. എത്രവർക്ക് ആ ഉറപ്പുണ്ട് ഇന്ന് പകൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുനരുത്ഥാനം എന്ന് പറയുന്ന വിഷയമാണ് നമ്മുടെ വിഷയം. 15-ാം അധ്യായത്തിലെ ടോപ്പിക് അതാ. അതെനിക്ക് പകല് പറയാൻ പറ്റത്തില്ല, വൈകിട്ട് പറയാം. പക്ഷെ വൈകിട്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ ആരും കാണത്തില്ലല്ലോ. സാധാരണ അങ്ങനെ, കാരണം പകല് വരുന്നവർ വൈകിട്ട് വരില്ല, വൈകിട്ട് വരുന്നവർ ഷിഫ്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്, നിങ്ങൾ വരുത്തില്ല. കാരണം വൈകിട്ട് പശു, വീട്, പുല്ല്, കാടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂലയോ. അപ്പൊ നിങ്ങളെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിഷമം എനിക്കുണ്ട്. ഗ്ലോറി. അതാ ഞാൻ പറഞ്ഞേ, ഒരു പ്രസംഗം കൊണ്ടൊന്നും മാനസാന്തരം പൂർണ്ണം ഇല്ല. നമ്മൾ ജീവിച്ച രീതിയിൽ നിന്ന് നമ്മൾ മാറില്ല. ആട്ടെ, മാറാൻ ശ്രമിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അച്ഛാ, ഈ വിഷയം പഠിപ്പിക്കാൻ പൗലോസ് കൊണ്ടുവന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി അന്ന് സ്നാനമേൽക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഗുണമില്ലാഞ്ഞിട്ട് ഇവർ മുങ്ങാൻ കാരണം എന്നാ? 3 കാരണം. 1, ഇവർക്കറിയാം മരണശേഷം ഒരു ഉയർപ്പ് ഉണ്ട്. 2, സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകും. 3, മരിച്ചുപോയ ആൾക്കാരോട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു? സ്നേഹം. പറയാൻ മടിക്കുന്ന സ്നേഹം. പിന്നെ കഴിഞ്ഞ ആണ്ടി കുഞ്ഞോച്ച മരിച്ചു പോയതാ, കഴിഞ്ഞ കൊല്ലം. അമ്മമ്മ ഈ ആഴ്ച സ്നാനപ്പെട്ടെ. അമ്മമ്മയ്ക്ക് മനസ്സിലായി, ദൈവമേ സ്നാനപ്പെട്ടാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. അച്ഛൻ സ്നാനപ്പെടാതെ പോയി. കഴിയും 38 കൊല്ലം ഒരുവൻ ജീവിച്ച ആളാ. എന്നെ ഇടിക്കുകയും കുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും പാവമാണല്ലോ, പാവം, നരകത്തിൽ പോവല്ലോ. എന്നാ പിന്നെ പുള്ളിക്ക് വേണ്ടി മുങ്ങിയേക്കാം.
ഗുണമില്ലെങ്കിൽ മുങ്ങാൻ കാരണം സ്നേഹമല്ലേ? അപ്പൊ നമ്മളെക്കാൾ മെച്ചമുള്ള ആൾക്കാരായിരുന്നു കൊരിന്തിയിലെ ആൾക്കാർ. ചത്തുപോയ ആൾക്കാർ 1 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു. നമുക്കോ എവിടെ? നീയോ ദാനിയേലേ, ഓ ദാനിയേലിനെ പറഞ്ഞു വിട്ടച്ച് നമ്മൾ ചോദിക്കുന്ന കുടിക്കാൻ വല്ലതും ഉണ്ടോ എന്നുള്ളതാ. മമ്മി ജ്യൂസ്, ഓ വേണ്ടെന്ന് പറയത്തില്ല ജ്യൂസ്. സത്യം പറഞ്ഞ പപ്സൂടെ തിന്നാൻ കൊതിയ. ആൾക്കാരെന്തോ പറയുന്ന ഓർത്തിട്ടായി ജ്യൂസായി നിർത്തുന്നത്. എന്നോട് നിങ്ങൾ വിഷമം തോന്നരുത്. ഞാനിത് മനസ്സിലാക്കിയത് കൊണ്ട്. നമ്മളിങ്ങനെ ഹണിയാ, എന്റെ ബേബിയാ, അമേരിക്കയിലൊക്കെ അങ്ങനെ പിള്ളേ ഭാര്യ ഭർത്താവ് ഹസ്ബൻഡ് ബേബി ഹണി എന്നൊക്കെയാ വിളിക്കുന്നത്. ഹണി ബേബി. ഒരു ഗേബിയും ഗോപിയൊന്നും ഇല്ല. 10 ദിവസം കിടന്നാൽ അറിയാം. ഇല്ല വാസ്ത ഈ ഫേക്കാതെ എന്തോ ഈ പറയുന്നു, ചുമ്മാ ഫേക്കാ. അച്ഛാ, ഞാൻ ഈ അടക്കത്തിനൊക്കെ പോകുമ്പോഴേ ഞങ്ങളൊക്കെ പെടുന്ന പാട് അനുശോചനം പറയണ്ടായി. അനുശോചനം പറയുമ്പോൾ ദുഃഖിച്ചു വേണ്ടേ പറയാൻ? ചിരിച്ചുകൊണ്ട് പറയാൻ പറ്റും? ഇല്ല. ഈ ദുഃഖിച്ചുകൊണ്ട് പറയാൻ ഞങ്ങൾ പെടുന്ന പാട്. കാരണം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കരയുന്ന അമ്മാമ്മയെ കാണുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. കാരണം 3 ദിവസം മുമ്പേ വിളിച്ചു പറഞ്ഞതാ, പാസ്റ്ററെ പ്രാർത്ഥിക്കണേ, 1 മാസം കൊണ്ട് കിടപ്പാ, 2 മാസം കൊണ്ട് കിടപ്പാ, പാസ്റ്റർ എന്ത് ചെയ്യണേ? എന്തോ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ആ അമ്മാമ്മ കരയുവാ, അയ്യോ പോയല്ലോ. സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരത്തില്ലയോ? ഇത് കരയുമ്പോഴും അമ്മയുടെ മനസ്സിൽ ചിരിയാ. കൃപ രക്ഷപ്പെട്ടല്ലോ, ഹല്ലേലൂയ, ഗ്ലോറി. മനസ്സിലാകുന്നുണ്ട്? അത് നിങ്ങൾക്ക് എന്നോട് വിഷമം, എനിക്ക് അറിയത്തില്ല. വിഷമം തോന്നുന്നുണ്ടോ, ഭാരം തോന്നുന്നുണ്ടോ, എന്നെ വെടിവെക്കുമോന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ പരമാർത്ഥം വന്നേ പറയും 5% ഉള്ളൂ ഇന്നസെന്റ് സ്നേഹം. ബാക്കിയൊക്കെ ഫേക്കാന്ന് ഞാൻ പറയും. 5%. അച്ചായൻ കിടക്കുന്ന സമയത്ത് അച്ചായന് മേലായെങ്കിൽ പതുക്കെ അച്ചായന്റെ കൈ എടുത്ത് മറ്റേ ഞെക്കും. അച്ചായൻ മരിച്ചു പോയാലും നമുക്ക് ജീവിക്കാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പായാൽ പിന്നെ അച്ചായനെ നോക്കുന്ന കാര്യം പോലും പ്രയാസായിരിക്കും. അടക്കവും കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു വെജിറ്റേറിയൻ ഫുഡ്, വെജ് മീനില്ലാതെ ഇറങ്ങത്തില്ല. പിന്നെ എന്താ, ആൾക്കാർ എന്തോ പറയും, ഒരു വെജിറ്റേറിയൻ ഊണ് കഴിച്ചിട്ട് ഒരൊറ്റ ഉറക്കം. അതോടുകൂടി കുഞ്ഞച്ചാന്റെ കാര്യം എന്ത് ചെയ്തു? പിള്ളേരെ എല്ലാം കൂടെ കൂട്ടി ഇതെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റു. ക്ഷീണമൊക്കെ മാറി ചായ കുടിക്കുമ്പോൾ അമ്മ ചോദിക്കും, എടാ ഇനി എങ്ങനെ എന്റെ കാര്യം? 2 മക്കളും 3 മക്കളും 3 മരുമക്കളും ഒക്കെ ഉള്ളപ്പോ ചോദിച്ചു, ഇനിയിപ്പോ എങ്ങനെയാടാ, അച്ചാച്ചൻ പോയല്ലോ, എന്റെ കാര്യം എങ്ങനെയാ? ശാന്തത. അപ്പൊ അമ്മച്ചി ചോദിച്ചു, നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നോ അതോ എന്നെ കെട്ടിച്ചു വിടുന്നോ? എങ്ങനെയാ നിങ്ങളുടെ കാര്യം? എങ്ങനെയാ, കൊണ്ടുപോകുന്നോ കെട്ടിച്ചു വിടുന്നോ? ഈ മരുമക്കള് പറയും, ഒരു മിനിറ്റെ. മരുമക്കള് 3 ഒരുമിച്ച് കൂടിയിട്ട് പറയും, എടീ കെട്ടിച്ചു വിടുന്നത് ആ ബുദ്ധി. അല്ലെങ്കിൽ 6 മാസം UK, 6 മാസം ന്യൂസിലൻഡ്, 6 മാസം അമേരിക്ക. നിന്റെ ഉറക്കം കളയും, എന്റെയും ഉറക്കം കളയും. അതിനേക്കാൾ നല്ലത് ഒരുമിച്ചാണെങ്കിൽ എങ്ങോട്ടേലും നമുക്ക് പറഞ്ഞ് വിടാം. അമ്മച്ചിക്കും താല്പര്യം അതാ. ഇവളുമാരെ അറിയാവുന്നത് കൊണ്ട് ഇവളുമാരുടെ കുത്തു കൊള്ളുന്നതിനൊക്കെ നല്ലത് ഏതെങ്കിലും ഒരാളെ കിട്ടുവാണ്, എനിക്ക് ബാക്കി കാലം ഹാപ്പിയായിട്ട് ജീവിക്കാമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഇതിനിടയ്ക്ക് നമ്മൾ എന്തിനെ കുറിച്ച് പറയുന്നേ? സ്നേഹം. എന്നാ സ്നേഹം? ഇതിനിടയ്ക്ക് നമ്മൾ പറയുന്നു ലവ്, എന്റെ കുഞ്ഞോ ലവ്. ചുമ്മാ ഞാൻ പറഞ്ഞല്ലോ, അടച്ചു പറയല്ല. ഒരു 5% കാണും ഇന്നസെന്റ്, നിഷ്കളങ്ക സ്നേഹം. ഒരു 5%. ഇന്നും ആ ദുഃഖത്തിലും ഓർമ്മയിലും കഴിയുന്നവർ. ബാക്കിയൊന്നും എനിക്ക് സമ്മതിക്കാൻ ഒരല്പ പ്രയാസമുണ്ട്. മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കും. ഒരു ഹല്ലേലൂയ പറയാമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് ഒന്ന് പറഞ്ഞോട്ടെ. വഞ്ചിക്കപ്പെടല്ല, നീ ഫൂളാകല്ല. നീ നിന്റെ തലമുറയെ നോക്കി, നിന്റെ കൊച്ചിനെ നോക്കി, കുഞ്ഞച്ചാനെ നോക്കി നീ വിഡ്ഢിയായി പോവല്ല. സ്വർഗം പിടിച്ചോ, അവരവരുടെ പാട്ടിന് പോകും. മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. കരമുയർത്തി ഒരുമിച്ചൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ ചേർന്ന് കർത്താവിന് ഒരുമിച്ചൊന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോട് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തേ എന്ന് പറഞ്ഞാൽ അവിടെ അവരെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് പുനരുത്ഥാനം. പറയാ, ഇവര് സ്നാനപ്പെട്ടത് എന്തിനാ? ഇത് ഉണ്ടെന്നും പറഞ്ഞോണ്ടാ. മനസ്സിലാകുന്നുണ്ടോ? സ്നേഹമുള്ളത് കൊണ്ട്. പൗലോസ് പറയാണ്, ഞങ്ങൾ നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നത് എന്തിന്? ഞാൻ ചോദിച്ചു, ഇയാൾക്ക് പ്രാണഭയമാണോ? ആന്നു. മരിക്കാൻ പേടി? അല്ല പാസ്റ്റർ, മരിക്കാനല്ല, ഞങ്ങൾക്ക് നിത്യതയുണ്ടല്ലോ. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴേ ഞങ്ങളെ കുറിച്ചുള്ള കണക്ക് പറയത്തുള്ളല്ലോ. ആ കണക്കിൽ
എന്റെ പ്രസംഗവും ശുശ്രൂഷയും കൃത്യമല്ലെന്നെങ്ങാനും ഒരു സാക്ഷ്യമാ തമ്പുരാൻ പറയുന്നെങ്കിൽ അതോർത്ത് എന്റെ മനസ്സ് ഇങ്ങനെ പടയുക, പ്രാണഭയത്തില്ല. മനസ്സിലായവർക്ക് കർത്താവിനെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷം ഒരുമിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കണം. പുനരുത്ഥാനം സത്യമാണ്, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ്, എന്റെയും നിന്റെയും പ്രവർത്തനത്തിന് ശോധന ചെയ്യും, കണക്കെടുപ്പുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ഈ ദൂതിന്റെ ആഴങ്ങൾ തിരിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരുമിച്ച് കർത്താവിനെ ഒന്നുകൂടെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ആ കരമുയർത്തി ഒരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത്. അനേകരുടെ പ്രതീക്ഷയായിരുന്നു വെച്ചാ ഇത്. പുനരുത്ഥാനം എന്ന് പറഞ്ഞ അനേകരുടെ കാത്തിരിപ്പായിരുന്നു, അനേകരുടെ പ്രതീക്ഷ. പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാരുടെ ലക്ഷ്യം ഒന്നായിരുന്നു, എന്ത്? ഉയർത്തെഴുന്നേൽപ്പൻ. അതായിരുന്നു അവരെ, അല്ലേ അച്ഛാ? അതായിരുന്നു അവരെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി. ഇങ്ങോട്ട് നോക്കി, നാളെ അമേരിക്കയെ കൊണ്ടുപോകും എന്റെ കൊച്ചിനെ എന്നോർത്ത് ആരാധിച്ചവരല്ല പണ്ട് കാലത്ത്. അവരാരാധിക്കാൻ കാരണം കൊച്ചു പോയാലും പോയില്ലെങ്കിലും വേണ്ടില്ല, എനിക്കൊരു എഴുന്നേൽപ്പ് ഉണ്ട്. അതായിരുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു വലഞ്ഞു. എന്തിനാ? ഒറ്റ റീസൺ, ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരണം മതി എന്ന് പറയാൻ കാരണം ഞങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രതീക്ഷയില്ല. ഇന്ന് പകൽ ആ ലക്ഷ്യബോധമുള്ള ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അല്പനിമിഷം കൂടി ആ കാര്യങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. എവരിവിടെ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഓ പണ്ട് കാലത്തുള്ളവരുടെ പ്രതീക്ഷ അതായിരുന്നു. അവരെ മുമ്പോട്ട് നടത്തിയ പ്രേരക ശക്തി അതായിരുന്നു. മണ്ണോട് മണ്ണായി ഞാൻ അമർന്നു പോയാലും എൻ കാന്തനേശു കൈവിടില്ല. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ എൻ പ്രിയ നാടിനോട് ഏറ്റവും അടുത്തായി എനിക്ക് എത്ര ആനന്ദം. മരണത്തോട് അടുക്കുമ്പോൾ പാടുന്ന പാട്ടുകളാണ്. അന്ന് അവരെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു മെറ്റീരിയൽ അല്ല, ഒരു ഭൗതികമല്ല, പിന്നെ കർത്താവിന്റെ കൂടെയുള്ള വാസമായിരുന്നു.